ഡാ നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നിന്റെ പരിപാടി എന്തുവാ? ഡാ ഞങ്ങൾ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോവാ. നിന്റെ ചേട്ടൻ ഞാൻ എന്റെ ബാഗൊന്നും എടുക്കാതെ ഇവിടെ വന്നിരുന്ന് വർത്താനം വരണ്ടും കൂടി ചേട്ടാ. ആടാ ആ വെള്ളപ്പാട്ട് വന്നു. അയ്യോ ഞാനുള്ള ബാഗ് എടുക്കാനും വന്നു. ഇനി ഇത് മതി വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞിട്ട് എനിക്ക് വാടി വാങ്ങിച്ചേ. വെള്ളപ്പാറ്റ് നല്ല പേരാണല്ലോടാ. നീ വീട്ടിൽ വാടാ, അമ്മയോട് പറഞ്ഞ രണ്ടെണ്ണം അങ്ങ് വാങ്ങിച്ചു തരും. നിന്റെ ബാഗ് എന്തേടി? ആന്റി കൊണ്ടുവരുന്നുണ്ട്. ശരി ശരി, നമുക്കിനി ബസ്സിൽ കയറില്ലെങ്കിൽ ആന്റിയുടെ ഒന്ന് വഴക്കിട്ടു. മോളെ ഞാൻ ചെയ്ത കാര്യം നമ്മോട് പറഞ്ഞെടുക്കല്ലേ. ഇനി ഇതറിഞ്ഞ അമ്മ നമ്മൾ ഇന്ന് അപ്പൂപ്പന്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകുന്ന കാര്യം ക്യാൻസൽ ചെയ്യും. ആ ശരി ശരി, ഞാൻ ആലോചിക്കട്ടെ. അമ്മേ അമ്മേ എല്ലാവരും വന്നോ? രണ്ടാമത് പെട്ടെന്ന് റെഡിയായാലും അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ പോകത്തില്ല. പെട്ടെന്ന് എളുപ്പം റെഡിയാക്കേ. ഹായ് ഹായ്, ഞാൻ ഇപ്പോൾ റെഡിയാവാം. ഹായ് ഹായ്, ട്രെയിൻ അമ്മേ ട്രെയിൻ അമ്മേ. ഹായ് ട്രെയിൻ എത്തി. കാറിനെങ്ങാനും പോയാൽ മതി. നീ അച്ഛന് കാർ ഓടിക്കാൻ എത്ര മടിയുണ്ടോ? നീ കാറിലേ പോകത്തുള്ളൂടാ, ട്രെയിനിലൊന്നും പോകത്തില്ലേ. 3-നെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരും. ഉള്ള ലീവ് എടുത്തിട്ട് വരുക. എന്തേലും പ്രശ്നം രണ്ടും കൂടെ ഉണ്ടാക്കി ആ സെക്കൻഡിൽ തന്നെ ഞാൻ വന്ന് വിളിച്ചോണ്ടു. ആ ശരി ശരി, ഓക്കെ ഓക്കെ, മതി മതി വഴക്കുണ്ടാക്കിയത്. ഇവിടെ ചെന്നാലും 3 തവണ വഴക്കാം. ട്രെയിൻ കയറി, ട്രെയിൻ അല്ലെങ്കിൽ ഇപ്പം മൂവാകും. അവിടെ ചെന്നിട്ട് വേണം ചേച്ചിയുടെ കൂടെ അവിടെ ഒന്ന് നടന്ന് കളിക്കാം. അമ്മ എന്തെങ്കിലും കഴിക്കാണ്ടായിട്ട് ആവശ്യക്കുന്നു. എടാ നിനക്ക് ഇപ്പോഴല്ലേ നീ ആഹാരം കഴിച്ചത്? എപ്പോൾ നോക്കിയാലും വിശപ്പ്. ഇവൻ്റെ ഒരു കാര്യം ദേ 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. എത്തിക്കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, അമ്മ ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് കാണും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അമ്മ ഇത്രയും നേരമായിട്ട് അവർ വന്നില്ലല്ലോ. ഞാനാണ് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. ഇച്ചിരി നേരത്തെ ഇറങ്ങിക്കൂടെ ഇവർക്ക്? അവർ വരുപടി പെണ്ണേ, കിടന്ന് ബഹളം വെക്കാതെ. അവളുടെ ഒരു ഇളക്കം. അവർ വരുന്നതിൻ്റെ ബഹളമായില്ലേ. കളിക്കാവല്ലോ ഇനി 10 ദിവസം. ആരും പറഞ്ഞ് അനുസരിക്കേണ്ട അല്ലേ?